ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു മസാല ദോശയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സവാളയാണ്. 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട്, അര കഷ്ണം ക്യാരറ്റ്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 3 പൊട്ടാറ്റോ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ടൊരു പിടി ഉഴുന്നിടുക. ഉഴുന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, പെട്ടെന്ന് അതിൻ്റെ കളറും അങ്ങ് മാറും. അപ്പം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാളയുടെ എണ്ണം നിങ്ങളുടെ പൊട്ടാറ്റോ എടുത്തിരിക്കുന്നതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സവാള ചെറിയ സൈസുള്ളതാണ്. സോ നിങ്ങളുടെ പൊട്ടാറ്റോനനുസരിച്ച് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നീട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചെറിയ കഷ്ണമായിട്ട് വേണം നിങ്ങൾ ചോപ്പ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ മസാലയിനകത്ത് ഒത്തിരി അത് കടിച്ചു കഴിഞ്ഞാൽ നന്നാകത്തില്ല. സോ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം 2 രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചതിനെ വേവിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റി അതിനെ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ കുഞ്ഞിനും കൂടെ കൊടുക്കുന്നത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ്. കാരണം അവന് കഴിക്കാൻ കുറച്ച് എളുപ്പം നന്നായിട്ട് വെന്തിരിക്കുമ്പോഴായിരിക്കും. അപ്പം കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞ അളവിൽ വെള്ളം വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പം അത് ഓപ്ഷണലാണ്. അടുത്തായിട്ട് ഞാൻ ലിഡ് വെച്ച് അതിനെ ക്ലോസ് ചെയ്തൊരു 2 മിനിറ്റ്സ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഓർത്തത് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. വീണ്ടും തുറന്ന് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 2-3 മിനിറ്റ്സ് അതിനെ വേവിച്ചെടുത്തു. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. സോ അതൊന്ന് ഇളക്കി ഒന്ന് വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പം നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും വെച്ച് ഞാൻ വളരെ സാഹസികപ്പെട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പൊട്ടാറ്റോ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അതിനകത്തോട്ടൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതായത് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എവിടെയും ഇങ്ങനെ ക്ലംസ് ആയിട്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഞാനിതിന് ശേഷം ഒരു 10 സെക്കൻഡ്സ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. അപ്പം അത് തിക്കായിട്ടുണ്ടാവാൻ പാടില്ല. എപ്പോഴും മസാല ദോശയ്ക്ക് തിന്നായിട്ടുള്ള ദോശയാണ് ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നെയ്യ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയ്യ് നല്ല കൊളസ്ട്രോളാണ് അവർക്ക്. അതിനുശേഷം ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറഞ്ഞ അളവിലാണ് മസാല വെക്കുന്നത്. അപ്പോൾ കുഞ്ഞിനുള്ളതായതുകൊണ്ട് കുറച്ച് മസാലയെ വെക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ അതിനെ മടക്കിയെടുക്കാവുന്നതാണ്. അപ്പം കുഞ്ഞിനുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത്രേ ഉള്ളൂ. ബൈ.